നമസ്കാരം. പിഴവുകൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അറിഞ്ഞുകൊണ്ട് പിഴവ് വരുത്തുന്നതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കുഴിമന്തി എന്ന ഒരു വിഭവം നമുക്ക് അന്യമായിരുന്നു. ഈ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കേരളത്തിൽ കുഴിമന്തി സുലഭമായി ലഭിച്ചു തുടങ്ങിയത്. കുഴിമന്തി, ഇറാനിയൻ മന്തി, അഫ്ഗാനിയൻ മന്തി, യമനി മന്തി, ഇങ്ങനെ പല പേരുകളിൽ ഈ മന്തി നമുക്ക് ലഭ്യമാണ്. കേരളത്തിൽ നിന്ന് അറബി നാട്ടിലേക്ക് ജോലി തേടിപ്പോയ ഏതോ ഒരു പ്രവാസി മടങ്ങി വന്നതിനു ശേഷം നമുക്ക് പരിചയപ്പെടുത്തിയതാണ് ഈ കുഴിമന്തിയെ. ഓരോ രാജ്യത്തും അവരുടെ ഭക്ഷണ സംസ്കാരമുണ്ട്. ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥയെയും അവിടുത്തെ സംസ്കാരത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത്തരത്തിലുള്ള ഭക്ഷണശൈലി രൂപപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള ഭക്ഷണമാണുള്ളത്. പല രാജ്യങ്ങളിലും അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെ കേരളത്തിലുണ്ടായ ഒരു വിവാദം, ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ വിഷുദിനത്തിൽ അവരുടെ സമൂഹ മാധ്യമത്തിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാപാത്രമായ ശ്രീകൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ ഒരു മന്തി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ആ മന്തി എടുത്ത് കഴിക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് അവർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഇത് വളരെ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കി. ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ കടയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. ഇസ്ലാം മതവിശ്വാസികൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. പിന്നീട് ഈ ഉടമ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ഖേദം പ്രകടിപ്പിച്ചു. പ്രതിഷേധം ശക്തമായപ്പോൾ ഈ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 വർഷം തടവ് കിട്ടാനുള്ള വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തൊരു സംഭവമുണ്ടായി. അതിനുശേഷം അതിനു മുമ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ അടുത്ത കാലത്തായാണ്, കുറച്ച് വർഷങ്ങൾക്കിപ്പുറമാണ് കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിലും മറ്റു പല കച്ചവട സ്ഥാപനങ്ങളിലും ഹലാൽ എന്നുള്ളൊരു ബോർഡ് തൂങ്ങി തുടങ്ങിയത്. ഒരു 10 വർഷങ്ങൾക്കപ്പുറം നമുക്ക് ഈ ഒരു വാക്ക് പോലും പലർക്കും പരിചിതമല്ലായിരുന്നു. അത്തരമൊരു വാക്ക് അറബി ഭാഷയിൽ ഉണ്ടായിരിക്കാം, പക്ഷേ പലർക്കും അപരിചിതമായിരുന്നു ആ വാക്ക്. കേരളത്തിൽ ഇപ്പോൾ മിക്ക കടകളിലും ഇത്തരത്തിൽ ഹലാൽ എന്നുള്ളൊരു ബോർഡ് തൂങ്ങാറുണ്ട്. ഒരു 4 വർഷം മുൻപ് എറണാകുളത്ത് റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്ന ഒരു ദമ്പതികൾ, അജിത്തും തുഷാരയും, ഇവർ അവരുടെ റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഒരു ബോർഡ് തൂക്കുന്നു, നോ ഹലാൽ. ഈ നോ ഹലാൽ ബോർഡ് തൂക്കിയതിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണം അവർക്ക് നേരെയുണ്ടായി. അവർ ഒളിവിൽ പോകേണ്ടി വന്നു. പിന്നീട് 2-3 മാസത്തോളം അവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. എന്താണ് കാരണം? ഒരു മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതായിരുന്നു അവരുടെ മേലിൽ ചുമത്തപ്പെട്ട കുറ്റം. ഇപ്പോൾ അവർ ഈ റെസ്റ്റോറൻ്റൊക്കെ പിന്നീട് മതിയാക്കി. അപ്പോൾ ഒരു വിഭാഗത്തിനോട് മാത്രം ഇത്തരത്തിലുള്ള മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഇദ്ദേഹം അറിയാതെ പറ്റിപ്പോയൊരു പിഴവായിരിക്കാം. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന് ഇങ്ങനെ ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കില്ല. വിഷു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ണിക്കണ്ണനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുണ്ട്. ഇവരുടെ കടയിൽ വിൽക്കുന്നതും ഈ മന്തിയാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഒരുപക്ഷെ ആ ഒരു അർത്ഥത്തിലായിരിക്കാം. എന്നായാലും അതൊരു തെറ്റ് തന്നെയാണ്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇത് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രചരണങ്ങൾ നടത്തുകയാണെങ്കിൽ, സമൂഹ മാധ്യമത്തിലൂടെ നടത്തുകയാണെങ്കിൽ പോലീസിൻ്റെ കർശനമായ നിരീക്ഷണമുണ്ട്, ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കേരള പോലീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത്തരം ഏതൊരു മനുഷ്യനും ഇതൊന്ന് മനസ്സിലാക്കാൻ, അതായത് ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ദൈവത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലൊരു ചിത്രം പങ്കുവയ്ക്കുന്നത് കുറ്റകരമാണ്, അത് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്ന് മനസ്സിലാക്കാനായി നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസവും ലോകപരിചയവും ഒന്നും വേണ്ട, സാമാന്യമായിട്ടുള്ളൊരു ബുദ്ധി മതി. ഇപ്പോൾ പ്രശസ്തമായത് എന്താണ്? ആ മന്തിക്കട, അത് ആ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഒരുപാട് പേർ അറിഞ്ഞു, ലോകമെമ്പാടുമുള്ള ആൾക്കാർ അറിഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തും. അപ്പോൾ എന്തുകൊണ്ടും ഗുണമുണ്ടായത് ഈ റെസ്റ്റോറൻറ്റുകാരന് തന്നെയാണ്. ഇനി മറിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിലോ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയോ ആണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പിഴവ് ഉണ്ടായെന്നിരിക്കട്ടെ, എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അങ്ങനെ ഒരു പിഴവാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ജോസഫ് മാഷിന് സംഭവിച്ചത്. അദ്ദേഹം തൻ്റെ ഒരു ചോദ്യപേപ്പറിൽ പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകർത്തു തരിപ്പണമാക്കിയത്. അദ്ദേഹത്തെ അമ്മയുടെയും സഹോദരിയുടെയും മുന്നിലിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വെട്ടിയെടുത്ത് ദൂരേക്ക് എറിഞ്ഞത്.
പിന്നീട് ആ മനുഷ്യൻ, ആ കുടുംബം അനുഭവിച്ചത് ചില്ലറയൊന്നുമല്ല, നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന തൻ്റെ ആത്മകഥയിൽ ഈ ജോസഫ് മാഷ് ഇതേക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ചില പേജുകളൊക്കെ, ചില അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയുണ്ടാവും. ഈ കൈ വെട്ടുന്ന ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ ശരീരം തളർന്ന് നമ്മൾ മോഹാലസ്യപ്പെട്ട് വീഴുന്ന ഒരവസ്ഥയുണ്ടാകും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒടുവിൽ ഈ ജോസഫ് മാഷിൻ്റെ ഭാര്യ വിഷാദരോഗിയായി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ എന്ന് ഒരു പിഞ്ചു കുട്ടി, ആ കുട്ടിക്ക് അറിയില്ല എന്താണ് അവൻ പറയുന്നതെന്ന് പോലും അറിയില്ല, അവനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ എന്തുണ്ടായി? ഇവിടെ ഒരു കേസും ഉണ്ടായില്ല. എന്തൊക്കെയോ ഒരു കേസ് കാട്ടിക്കൂട്ടി എന്നുള്ളതല്ലാതെ മറ്റൊരു കേസും ഉണ്ടായില്ല. പക്ഷേ ഇതൊക്കെ നമ്മളൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കുറേ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അലവലാദികളായ ഹിന്ദുക്കൾ, അലവലാദികൾ എന്ന് പറയുന്ന ഹിന്ദുക്കളെന്ന് ഞാൻ പറയാൻ കാരണം ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് മതസ്പർദ്ധ വളർത്തി അല്ലെങ്കിൽ മതവിശ്വാസത്തെ അവഹേളിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വാദമൊന്നും നിലനിൽക്കില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഈ നെയ്യാറ്റിൻകരയിലുള്ള ഒരു സ്ത്രീ, അവരൊക്കെ ഈ പറയുന്ന വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ അവരെ പോലെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ടത്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ വളരെ സൗഹൃദത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒരു നാടാണ്. ഇത്തരത്തിലുള്ള കുറേ പാഴ് ജന്മങ്ങൾ ഈ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ ആളാകാൻ വേണ്ടിയും എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നതും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നത് ഈ മറ്റ് മതക്കാരനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ കുറേ ഹിന്ദു ജന്മങ്ങളാണ്. ഈ മതം എന്ന് പറയുന്നത് വെറും 2 അക്ഷരങ്ങൾ മാത്രമാണ്. നമ്മൾ ഈ മതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പണ്ടുകാലത്തൊന്നും നമ്മൾ മതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അത് വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ വ്യാപകമായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണ് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാണ്. ചിലരൊക്കെ പ്രതിരോധിക്കാനായി, തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളെയും ആക്രമണങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാനായി സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ അവർ അവരുടെ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ കടയുടമ, അദ്ദേഹം മനഃപൂർവ്വം ചെയ്തോ മനഃപൂർവ്വം അല്ലാതെ ചെയ്തോ അത് എന്തായാലും ഈ സംഭവത്തിനെ അങ്ങ് വിട്ടുകളയുക എന്നുള്ളതാണ്. നമുക്കിവിടെ ജീവിക്കാൻ കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു സമയമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ മറ്റ് അപകടങ്ങളും രോഗങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ ആ ആയുസ് തീരുന്നത് വരെ ജീവിക്കും. അല്ലെങ്കിൽ വല്ല അപകടമോ രോഗമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സമയത്തും നിലച്ചു പോകാവുന്ന ഒരു ഹൃദയവും കൊണ്ട് ജീവിക്കുന്ന നമ്മൾ, അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഒരു ചെറിയ കാറ്റ്, ശ്വാസം, അത് നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മതവിശ്വാസത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മറുഭാഗം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഹൈന്ദവ സഹോദരങ്ങളോടായിരുന്നാലും ഈ മുസ്ലിം സഹോദരങ്ങളോടായിരുന്നാലും എനിക്ക് പറയാനുള്ളത്, സമൂഹ മാധ്യമത്തിലൊക്കെ വളരെ വ്യാപകമായി ഇപ്പോഴും പോലീസിൻ്റെ ഈ മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും വളരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അത് മതിയാക്കുക എന്നുള്ളതാണ്. ഉള്ള കാലം സമാധാനമായി ജീവിക്കുക, എല്ലാവരെയും സഹോദരങ്ങളായി കാണുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ, മൃഗങ്ങൾ പോലും ഇത്തരത്തിൽ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ. അവരുടെ വിശപ്പടങ്ങാൻ വേണ്ടി അവർ മറ്റ് മൃഗങ്ങളെ ആക്രമിച്ച് കൊന്നു തിന്നും എന്നുള്ളതല്ലാതെ അവർക്ക് വിശപ്പില്ലെങ്കിൽ പോലും അവർ മറ്റ് മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രവണത മൃഗങ്ങളുടെ ഇടയിൽ പോലുമില്ല. പക്ഷേ മനുഷ്യർ അങ്ങനെയല്ല. അവർ പണത്തിനും സമ്പത്തിനും മറ്റ് നേട്ടങ്ങൾക്കുമൊക്കെ വേണ്ടി സഹജീവികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിന് മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരു മാനദണ്ഡമല്ല. അത് മനുഷ്യരുടെ മാനസികാവസ്ഥയെ അടിസ്ഥാനമാക്കിയിരിക്കും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഇനിയൊരു വിവാദം ഉണ്ടാക്കാതെ ഇതിവിടെ തീരട്ടെ.